Hello everyone, welcome to G-Pod Class 8. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഓണം എക്സാമിന് 5 ചാപ്റ്ററാണ് ചോദിക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏകദേശം എത്ര മാർക്കുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ട്. അത് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് 2-3 കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ സോഷ്യൽ സയൻസ് എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു, അതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ദിവസവും എത്ര സമയം പഠിക്കാറുണ്ട്, ഈ 3 കാര്യങ്ങളുടെയും ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണേ, നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്, അത് 5 ചാപ്റ്ററാണ് നമുക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ശ്രദ്ധിക്കണേ, 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്യും, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രദ്ധിക്കണേ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് അല്ലെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 10 to 12 മാർക്കിന് എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാടാ, മൂവ്മെന്റ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, പരിക്രമണവും ഭ്രമണവും, അതിൽ നിന്നും എന്ത് ചെയ്യാം, 10 മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രദ്ധിക്കണം, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതും ഇമ്പോർട്ടൻ്റ്. ഈ 3 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 ചാപ്റ്ററിന് മിനിമം 10 മാക്സിമം 12 എന്ന ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ശ്രദ്ധിക്കണേ, നാലാമത്തെ ചാപ്റ്റർ ഉണ്ട്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്കിന് വരെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലേ, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് വിളിക്കുന്ന 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും 4 മുതൽ 6 മാർക്കിന് വരെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതാണ് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ഇട്ട്. ഈ വെയിറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഈ വെയിറ്റേജ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ഈ വെയിറ്റേജ് പ്രിപ്പയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്ക് വരെ ചോദിക്കാം. ടുവേർഡ്സ് എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്കിന് ചോദിക്കാം. മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ റെവല്യൂഷൻ 10 to 12 മാർക്കിന് ചോദിക്കാം. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥയും 4 to 6 ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ത് ചെയ്യാം, 4 മാർക്ക് to 6 മാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ മക്കളെ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് വേണം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കവർ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വേണം. ഈ ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനാണ് എഡ്യൂപോഡിന് ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച്. നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുക, കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ മക്കളെ, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രം പഠിക്കാനുണ്ട്. ഇത്രയും വെയിറ്റേജിനാണ് എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടേ. അതിനെ ഹെൽപ്പ് ചെയ്യാനാണ് എഡ്യൂപോഡ് സൂപ്പർ ബാച്ച്. യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.